ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, if there is no evangelism, the church dies. അതെ, ഇവാഞ്ചലിസം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ നിർജീവമാകുന്നു. സുവിശേഷീകരണം ഇല്ലെങ്കിൽ സഭ നിർജീവമാകുന്നു. വലിയ പ്രസ്ഥാനം കാണും, വലിയ പ്രതാപം കാണും, ഉണ്ടായിരുന്നു എന്ന് 70കളും 60കളും നോക്കിയവർ വീമ്പിളക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് സുവിശേഷീകരണം ഇല്ല എങ്കിൽ ദൈവത്തിന്റെ സഭ അത് മരിച്ചു കിടക്കുന്നു എന്ന്. അതെ, റെയ്നാർഡ് ബോങ്കെ എന്ന ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, അതെ, ഇവാഞ്ചലിസം ഇല്ലെങ്കിൽ അത് സഭയല്ല, അതൊരു സൺഡേ ക്ലബ്ബ് മാത്രമാണ്. നമ്മൾ ക്ലബിലല്ല ഇരിക്കേണ്ടത്, ദൈവത്തിന്റെ സഭയിലാണ് ഇരിക്കേണ്ടത്. സഭയാണോ? സഭയിൽ ആത്മാക്കൾ വന്ന് തന്നെ ആകണം. നോഹേ, നീ പെട്ടകം പണിതാട്ടെ. നോഹ പണിതത് തൻ്റെ അളവിലല്ല, തൻ്റെ നാട്ടുകാരുടെ അളവിലല്ല, ഏതോ കൗൺസിലിൻ്റെയോ ഏതോ ഡീക്കൻ്റെ അളവിലല്ല നോഹ പണിതത്. നോഹ പെട്ടകം പണിതത് ദൈവത്തിൻ്റെ അളവിലാണ്. ദൈവത്തിൻ്റെ അളവിലാണ് നീ പണിതതെങ്കിൽ മനുഷ്യർ കയറത്തില്ല, പക്ഷേ സകല മൃഗങ്ങൾ വന്നു കയറി. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ അളവിന് പ്രകാരം ഒന്ന് പണിത് നോക്ക്. ഈ തലമുറയിൽ എല്ലാ ദിശകളിൽ നിന്നും ആത്മാക്കൾ വന്നു നിറയുന്നത് ദൈവകൃപയാൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും.